തണ്ടർ ബോൾസോട് കൂടി മാർവലിൻ്റെ ഫേസ് 5 ഇന്ത്യയാണ് ഗൈസ്. അങ്ങനെ മാർവൽ ഒരുപാട് കുറ്റങ്ങൾ കേട്ട ആ ഒരു ഫേസിൻ്റെ അവസാനം ഒരു നല്ല സിനിമയിലാണ്. പ്രീമിയേഴ്സ് എല്ലാം കഴിഞ്ഞ സമയത്ത് കണ്ടവരെല്ലാം പറഞ്ഞത് തണ്ടർ ബോൾസ് ഒരു കിടിലൻ സിനിമയാണ്, മാർവലിൻ്റെ ആ ഒരു പഴയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുമെന്നാണ്, ആ ഒരു പഴയ മാർവലിനെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചിരുന്നത് ഡൂംസ്ഡേയിലായിരിക്കും ഫേസ് 6 തുടങ്ങുന്നതെന്നാണ്. പക്ഷേ അല്ല, ഫേസ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്നാണ്. അതുമാത്രമല്ല, തണ്ടർ ബോൾസിന് ഡയറക്റ്റ് ഡൂംസ്ഡേയായിട്ട് എന്തോ റിലേഷൻ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടംമേനിയയിൽ തുടങ്ങിയിട്ട് ഇപ്പം ഇവിടെ തണ്ടർ ബോൾസിൽ നിൽക്കുമ്പം കുറേ അധികം അപരാധിച്ച സിനിമകളും സീരീസുകളും ഈ ഒരു ഫേസിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർവൽ ഈ വട്ടവും 3 ബില്യൺ എന്തോ അടിച്ചിട്ടുണ്ടായത്. കാരണം ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനും 1-2 നല്ല സിനിമകളും സീരീസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ അധികം അവിഞ്ഞ സാധനങ്ങളുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത ഫേസെങ്കിലും ഒരു നല്ല ഫേസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി വരാനായിട്ട് കുറച്ചധികം സീരീസുകളുണ്ട്. ഇപ്പം വൈറ്റ് വിഷൻ ഉണ്ട്, പിന്നെ അയൺ ഹാർട്ട് ഉണ്ട്. അത് ഫേസ് 5 അണ്ടറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ചിലപ്പം അത് ഫേസ് 6 ഇറങ്ങുമായിരിക്കും. അല്ലാതെ ഇനിയിപ്പം ഫേസ് 6 എൻ്റെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സീരീസ് ഫേസ് 5-ൻ്റെതായിട്ട് ഇറങ്ങുമായിരിക്കും, സിനിമയുടെ മാത്രം എൻ്റെ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ വർഷം ഇനി ഇറങ്ങാൻ പോകുന്ന സീരീസുകൾ മേ ബി അത് ഫേസ് 5-ലായിരിക്കും വേണ്ടത്. എന്തായാലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല സാധനമാണ് അയൺ ഹാർട്ടൊന്നും. പറയേണ്ട കാര്യമില്ല, മാർവലിൻ്റെ കോമിക്സിൽ കിടിലൻ ക്യാരക്ടറാണ്. പക്ഷേ ആ ഒരു സിനിമയിൽ വന്ന സമയത്ത് ഒരു അപരാധിച്ച ക്യാരക്ടറായി പോയത്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അങ്ങനെ ആ ഒരു ഫേസ് 5 എൻ്റെ ചെയ്യുന്നു, ഫേസ് 6 സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല പ്രതീക്ഷകൾ മാത്രം.